ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് HCG ഹോർമോൺ ശരീരത്തിൽ കൂടി കഴിയുമ്പോഴേക്കും നമുക്കുണ്ടാവുന്ന കുറച്ച് വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടാണ്. ഇതുപോലുള്ള പല വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടും വീഡിയോസ് ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. ഇതുപോലുള്ള വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതൊക്കെ പ്രഗ്നൻസി സിംറ്റംസ് ആയിട്ട് നമുക്ക് ഉണ്ടാകും എന്നുള്ളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പല ആളുകൾക്കും അവർ പ്രഗ്നന്റ് ആണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. മറ്റു ചിലരൊക്കെ തിരിച്ചറിയുന്നത് ഒരു 4ാമത്തെ മാസമൊക്കെ എത്തുന്ന സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് നമ്മുടെ ബോഡി നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഓൾറെഡി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആണ് എന്നുള്ള കാര്യം നമുക്കൊരു 80% വരെ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം ഇല്ലല്ലോ എന്ന് ഉദ്ദേശിച്ച് വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒട്ടും തന്നെ പ്രഗ്നൻസി സിംറ്റംസ് ഇല്ലാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുപോലെ മൈൽഡായിട്ട് സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 5 days എങ്കിലും കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 4 മാസമൊക്കെ ആകുമ്പോഴാണ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ പോസിറ്റീവ് കിട്ടുന്ന ഒരുപാട് പേരുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഓർത്തൊട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസി സിംറ്റം എന്ന് പറയുന്നത് ഓൾവേസ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുക. ഇപ്പൊ നമ്മുടെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇടയ്ക്ക് അതിശക്തമായിട്ട് മഴ പെയ്യും, ചില സമയം അതിശക്തമായിട്ടുള്ള ചൂടായിരിക്കും. എന്നാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പലർക്കും ഓൾവേസ് ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നമുക്ക് ഉണ്ടാവുക. മറ്റു ചില ആളുകൾക്കൊക്കെ ഹോട്ട് ഫ്ലാഷസ് അല്ലെങ്കിൽ ഭയങ്കര അതിശക്തമായിട്ടുള്ള ചൂടുണ്ടാകും എന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ലേ. പക്ഷെ ഈ ഒരു നമുക്ക് തണുപ്പ് മാത്രം എപ്പോഴും അനുഭവപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ഏർലി പ്രഗ്നൻസി സിംറ്റം തന്നെയാണ് കേട്ടോ. ഈ ബുദ്ധിമുട്ട് വെച്ചിട്ട് ചൂടുള്ള സമയത്താണെങ്കിൽ നമുക്ക് അധികം ചൂട് തോന്നില്ല, ഇനി തണുപ്പുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര തണുപ്പ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. നമ്മളിൽ പലരും തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന കറക്റ്റ് റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ന്യൂട്രീഷൻ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ വരുന്നത് കൊണ്ട് കുഞ്ഞ് എംബ്രിയോ ഇംപ്ലാന്റ് ആയി കഴിയുന്ന സമയത്ത് കുഞ്ഞിനുമുള്ള ന്യൂട്രീഷനും വേണം, നമുക്കുള്ള ന്യൂട്രീഷനും വേണം. അത് കൃത്യമായിട്ട് ഉണ്ടാകാത്ത സിറ്റുവേഷനിൽ അതിന്റെ ബാലൻസിന് ഒരു വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ബോഡിക്കും കുഞ്ഞിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് പര്യാപ്തമായിട്ടുള്ള രീതിക്ക് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അതുമൂലം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് നമുക്ക് ഉണ്ടാകാം. അത് നിങ്ങളിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ റീസൺ ആണ്. അനീമിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സിംറ്റം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയോ അല്ലെങ്കിൽ നോഷിയോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരികയോ വോമിറ്റിംഗ് ഉണ്ടാവുകയോ, ചില ആളുകൾക്കൊക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ടെൻഡൻസി ആയിരിക്കും, വോമിറ്റ് എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. ആ ഒരു ടെൻഡൻസി വന്ന് നിൽക്കുമ്പോഴും നമുക്ക് നമ്മുടെ ശരീരം വേർക്കുന്നുണ്ടെങ്കിൽ ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെയും കൂടി ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ബോഡി പെയിൻ അനുഭവപ്പെടുക. ഇന്നൊരു ശരീരഭാഗം ഒന്നുമില്ല, അപ്പർ ബോഡി ആണെങ്കിലും ലോവർ ബോഡി ആണെങ്കിലും നമുക്ക് വേദന അനുഭവപ്പെടുക. ജോയിൻസിൽ അതുപോലെ എഡ്ജസിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്ക് ഹിപ്പിന്റെ ഭാഗത്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് കൈമുട്ടിന്റെ ഭാഗത്തായിരിക്കും, ചിലപ്പോൾ ഷോൾഡർ, ചിലപ്പോൾ കഴുത്ത്, അങ്ങനെയുള്ള പല ഭാഗത്തും ഈ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കാം. ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഒന്നും ഈ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇങ്ങനെ ഇപ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ ബോഡി ചേഞ്ചസ് അല്ലെങ്കിൽ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു സംശയമുണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഇതിന് മെഡിസിൻ എടുക്കാനായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഡോക്ടറോട് പറയുക, ഓവുലേഷൻ ടൈം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഡോക്ടറോട് കൂടി കൺവേ ചെയ്യാനായിട്ട് നോക്കുക. കാരണം പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഒരുപാട് പെയിൻ കില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല. ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നതിനും പല റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ വർക്കിങ്ങിനെ അഫക്ട് ചെയ്യുന്നതിനും അത് കാരണമാകുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മെഡിസിൻ മേടിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഫിസിഷ്യനെ എങ്കിലും കണ്ടിട്ട് മാത്രമേ മെഡിസിൻ എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ.
അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നത് കുമ്പിടുന്ന സമയത്താണ്. നമ്മൾ കുമ്പിടുമ്പോഴേക്കും ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യുക. കുഞ്ഞു വയറ് വലുതായി ആ ഒരു ഡിസ്കംഫർട്ട് അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് കുമ്പിടുന്ന ഒരാളാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കല്ലപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ മൈൽഡായിട്ടുള്ള ക്രാംസ് വരുന്നത് കൊണ്ടോ കുമ്പിടുന്ന സമയത്ത് അടിവയറിന്റെ ഭാഗത്തായിട്ടൊരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാകാം. ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് അത്രയും നാൾ വരെ നമ്മുടെ യൂട്രസിന് യാതൊരു തരത്തിലുള്ള ഒരു വ്യത്യാസം സംഭവിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് എംബ്രിയോ ഇംപ്ലാന്റ് ആയി വളരാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആ ഒരു സ്ട്രെച്ചിങ് ഒക്കെ ബോഡിയിൽ നന്നായിട്ട് എഫക്റ്റ് ആവാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ മൈൽഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നത്. ഈ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് തവണ ഒന്ന് കുമ്പിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കുമ്പിടുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് കുമ്പിടാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബോഡി ഒന്ന് നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് സ്ട്രെസ്. ഓൾവേസ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ സ്ട്രെസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിലും ഓരോ കാര്യങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞ് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് പേര് സ്ട്രെസ്ഡ് ആവാറുണ്ട്. പക്ഷേ ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയി പോകുന്ന സിറ്റുവേഷൻ, നമ്മൾ ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് ഫസ്റ്റ് ടൈമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോഡി ഹോർമോൺസിന്റെ ഹൈക്ക് ഉണ്ടാകുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ബോഡിക്ക് ഒരു സമയം എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മൂഡിലൊക്കെ വ്യത്യാസം ഉണ്ടാവുകയും ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു കേട്ടോ. ചില ആളുകൾ ഈ ഒരു സ്ട്രെസ് കൂടി വരുന്നതിന്റെ ഭാഗമായിട്ട് കരയാറുണ്ട്, സങ്കടപ്പെട്ട് എപ്പോഴും ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ ആരുടെങ്കിലും അടുത്ത് പോയി ദേഷ്യപ്പെടാറുണ്ട്. മൂഡ് സ്വിങ്സ് പോലെ തന്നെ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലവർ ഇങ്ങനെ ആലോചിച്ച് എന്തെന്നൊക്കെയോ ഇല്ലാത്ത രീതിക്ക് ആലോചിച്ച് പോകും. അങ്ങനെയുള്ള അസ്വസ്ഥതയും നിങ്ങൾക്ക് ഉണ്ടാകാം. ഒരുപാട് സ്ട്രെസ് ആകുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് മാക്സിമം അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ല നല്ല ബുക്സ് ഒക്കെ വായിക്കുക, വീഡിയോസ് ആണെങ്കിലും പോസിറ്റീവ് എനർജി തരുന്ന രീതിക്കുള്ള വീഡിയോസ് ഒക്കെ കാണുക. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ ഓവറായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് കൂടുന്നത് ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യാം, ബ്ലഡ് സർക്കുലേഷനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് നമ്മുടെ കണ്ണിന് ചുറ്റും കറുത്ത പാട് ഡെവലപ്പ് ആയി വരിക. മെലാസ്മ അല്ലെങ്കിൽ പ്രഗ്നൻസി മാസ്ക് എന്നുള്ളൊരു ടേം കൊണ്ട് ഇതിനെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇത്. മൂക്കിലൊക്കെ ആയിരുന്നു എനിക്ക് ആ ഒരു കറുത്ത പാടുണ്ടായിരുന്നത് കേട്ടോ. ചില ആളുകൾക്ക് കണ്ണിന്റെ ആ ഒരു തടത്തിന്റെ ഭാഗത്തും കൺപോളയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ ഡാർക്ക് സർക്കിൾസ് ഫോം ചെയ്ത് വരാറുണ്ട്. നമ്മളിൽ ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ച് ഏറ്റവും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടാണ്. രണ്ടാമതായിട്ട് നമുക്കുണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷൻ ആണ് കാരണം. മൂന്നാമതായിട്ട് നമ്മുടെ ഉറക്കം കൃത്യമല്ലാത്തത്. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടൊക്കെ ഉറങ്ങാതെയൊക്കെ ഇരിക്കുന്നില്ലേ. അതുപോലെ നമുക്കിപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഫ്രീക്വന്റ് യൂറിനേഷൻ ഒക്കെ വരുമ്പോഴേക്കും പലർക്കും ഉറങ്ങാൻ പറ്റാറില്ല. അതും മറ്റൊരു റീസൺ ആണ്. മാക്സിമം നമ്മൾ നമ്മുടെ ഉറക്കം കൃത്യമായിട്ട് നോർമൽ ആക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളിലുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ. കുഞ്ഞ് ഇംപ്ലാന്റ് ആവുന്ന സമയത്ത് കുഞ്ഞിന് വളരണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടുന്ന ഒന്നാണ് ന്യൂട്രീഷ്യൽ ആയിട്ടുള്ള ഫുഡും അതുപോലെ ധാരാളം വെള്ളം കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം 2 ലിറ്റർ 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസേന കുടിക്കാനായിട്ട് നോക്കുക. അത് നമ്മുടെ ബോഡി നന്നായിട്ട് നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഒരു റീസൺ ആണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഫോം ചെയ്തതെങ്കിൽ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ ആയി ഹോർമോൺസ് ഒക്കെ ഒന്ന് നോർമൽ ആയി കഴിയുമ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് 2-3 മന്ത്സിൽ തന്നെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രീംസ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓയിൽമെന്റ്സ് യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്യുക്കുംബർ വെച്ച് കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം മഞ്ഞളിട്ട് കൊടുക്കുന്നതാണെങ്കിലും നമുക്കൊരു കംഫർട്ടബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അതല്ലാത്തത് കൂടുതലായിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും യൂട്യൂബിൽ കണ്ടിട്ടാണെങ്കിൽ ഒരുപാട് ക്രീംസ് ഒന്നും ഈ ഒരു സമയത്ത് ബോഡിയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് വിവിഡ് ഡ്രീംസ് എന്ന് പറയുന്നത്. നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആയി എന്നുള്ള തരത്തിലുള്ളതോ, ചിലപ്പോൾ ഒരു ആൺകുഞ്ഞ് ജനിച്ചു അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് ഇന്നതൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വിചിത്രമായിട്ടുള്ള രീതിക്ക് നമുക്ക് സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ഒരു സിംറ്റം ആണ് കേട്ടോ. കാരണം എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഇതുപോലെ വിവിഡ് ഡ്രീംസ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസിയുടെ സമയം മൊത്തം എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ആലോചിച്ച് കിടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സ്വപ്നം കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. പക്ഷെ ഞാനങ്ങനെ ഒരു ദിവസത്തിൽ ഒട്ടും തന്നെ ആലോചിക്കാത്ത കാര്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മളിൽ ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ച്
ഇമോഷൻസിലുണ്ടാകുന്ന വ്യത്യാസം, ആൻസൈറ്റി, ഇതൊക്കെയാണ് പലപ്പോഴും വിവിഡ് ഡ്രീംസ് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. നമ്മൾ മാക്സിമം ഉറക്കം നന്നായിട്ട് നോർമൽ ആക്കാനായിട്ട് നോക്കുക. ചില ആളുകൾ ഉച്ചയ്ക്ക് ഉറങ്ങിയാലും പേടിച്ച് എഴുന്നേക്കാറുണ്ട്. അത് നമുക്ക് ഉറക്കം പൂർണ്ണമായിട്ടും കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതിനും ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഉറക്കക്കുറവ് തന്നെയാണ്. എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഇതുപോലെ അങ്ങനെ ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മോളുണ്ടായിരുന്നു, മോളുടെ കൂടെ കളിക്കും, അങ്ങനെയൊക്കെയുള്ള ടൈമായിരുന്നു. ഞാൻ ഒരുപാട് ടയേർഡ് ആയിട്ടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സിംറ്റം കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിംറ്റം ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് HCG ഹോർമോൺ ഇൻക്രീസ് ആയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30 ദിവസം ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ദിവസത്തിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസമായിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ